ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി എത്ര പണം സ്പെൻഡ് ചെയ്യാനും എത്ര സമയം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ആർക്കും ഒരു മടിയുമില്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിക്കും, പക്ഷെ ചെയ്തു വരുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും ആയിരിക്കും അവസാനം വന്നു വിടുക. അപ്പൊ ഇത്തരത്തിലുള്ള ടെൻഷൻ നിങ്ങൾക്കുണ്ടോ? ഒരു എക്സ്പീരിയൻസ് സെന്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി തൊട്ട് മനസ്സിലാക്കി ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇന്റീരിയർ ഉണ്ടാവുക എന്നൊക്കെ കണ്ട് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എറണാകുളത്തെ ബ്ലൂ ഡേയ്സ് ഇന്റീരിയേഴ്സിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് സെന്ററിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ ഏരിയയും എങ്ങനെ ഡിസൈൻ ചെയ്യാം, അവിടെ എന്തൊക്കെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള വിശാലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കയറി കാണാം. ഒരു വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ആ ലിവിങ് ഏരിയ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലിവിങ് ഏരിയ വളരെ സിമ്പിളായി യെറ്റ് എലഗന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സോഫ സെറ്റ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 5-6 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും കസ്റ്റമൈസബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് മറ്റൊരു കളർ വേണം, അല്ലെങ്കിൽ സൈസ് വേറെ രീതിയിൽ വേണം, അല്ലെങ്കിൽ ഡിസൈൻ വേറെ രീതിയിൽ വേണം, ഇതെല്ലാം ആ തരത്തിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഇതിന് ചേർന്ന രീതിയിലുള്ള ഒരു ടീപ്പോയ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. ഇനി വരുന്നത് ടെലിവിഷനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വാൾ പാനലിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ വാൾ പാനലിംഗ് നോക്കിയാൽ അറിയാം, ഇത് അങ്ങനെ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാൾ പാനലിംഗ് അല്ല. ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ടെലിവിഷൻ എക്സ്പീരിയൻസ് കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വാൾ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പലർക്കും ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മിനിയേച്ചർ സാധനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒന്ന് എക്സിബിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക, ആൾക്കാർ കാണുന്ന രീതിയിൽ ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഇവിടെ വളരെ മനോഹരമായിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഒരു വീട് പണിയുടെ ഭാഗമായിട്ട് ഒരു ഇന്റീരിയർ ഡിസൈനറെ കാണുമ്പോൾ പറയുന്ന ആഗ്രഹങ്ങളിലൊന്നാണ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പൂജാ റൂം വേണം, അല്ലെങ്കിൽ ഒരു പ്രെയർ റൂം വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രെയർ റൂം ഏത് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളത് 3 മതസ്ഥരുടെയും, അതായത് ഒരു ഹിന്ദു ട്രഡീഷണൽ പൂജാ റൂം എങ്ങനെയായിരിക്കണം, ഒരു ക്രിസ്ത്യൻ പൂജാ റൂം എങ്ങനെയായിരിക്കും, ഒരു മുസ്ലിം പ്രെയർ റൂം എങ്ങനെയായിരിക്കും എന്നുള്ളത് 3 തരത്തിലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ വിളക്ക് വയ്ക്കാം. നമുക്ക് ഐഡോൾസ് ഒക്കെ ഏതൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്തരം എല്ലാ ഐഡോൾസും വളരെ വൃത്തിയായി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒപ്പം ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഈ ഒരു ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേർണിച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഇത്രയും വലിയ സൈസ് വേണ്ട, കുറച്ചുകൂടെ ചെറിയ സൈസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കേണ്ട ഏരിയ മറ്റൊന്നാണ്, ആ രീതിയിലൊക്കെ ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ക്രിസ്ത്യൻ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പ്രയർ റൂം എന്ന് പറയുന്നത് ഇത്രയാണ്. ഒരു സാധാരണ ഒരു നോർമൽ ക്രിസ്ത്യൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും കാണുന്ന ഈ ഒരു ഏരിയ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് കൃത്യമായ ധാരണകളോടുകൂടി ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുസ്ലിം പ്രയർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രയർ റൂമിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ബ്ലൂ ഡേയ്സ് ഇന്റീരിയേഴ്സിന്റെ എക്സ്പീരിയൻസ് സെന്ററിൽ 3 തരത്തിലുള്ള കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രീമിയം കിച്ചണിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കിച്ചണാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, മൊത്തത്തിലൊരു ഗ്ലാസ് ഫിനിഷും ഗ്ലാസ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രീമിയം ഗ്ലോസി ഫിനിഷ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെളി പറ്റിയിട്ടുണ്ടെങ്കിൽ മാച്ച് കളയാൻ, തൂത്ത് കളയാൻ, കഴുകി കളയാൻ ഒക്കെ വളരെ എളുപ്പമാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഈ കിച്ചണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കംപ്ലീറ്റ് ലൈറ്റുള്ള ഒരു കിച്ചണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയവും ഒരാളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ ഒരു പോസിറ്റിവിറ്റി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹാങ്ങിങ് ലൈറ്റ് പോലെ തന്നെ വോം ലൈറ്റുകൾ ഈ ഏരിയയിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് തന്നെ വെക്കാം. നിങ്ങളുടെ കുക്കിംഗ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എന്നാൽ ഇതെല്ലാം പുറത്ത് വലിച്ചു വാരി ഇടുന്നു എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഫ്രിഡ്ജ് ആണെങ്കിലും ഫ്രിഡ്ജും ഇൻബിൽറ്റ് ആയിട്ട് ഇതിൻ്റെ ആ ബാക്കിലെ ഏരിയാസ് എല്ലാം അകത്തേക്ക് കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഒരു കൺജഷൻ ഒരു ഫീൽ ഒന്നും കിട്ടുന്നില്ല. മൊത്തത്തിൽ വളരെ ഭംഗിയുള്ള ഒരു കിച്ചൺ ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ടോപ്പ് ഉണ്ട്. അതിൽ കുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ ലാവിഷ് ആയിട്ടുണ്ട്. ഇനി ഈ കിച്ചണിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, വെക്കാൻ സ്ഥലമില്ല എന്ന് സ്ഥിരം പരാതി പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി അത്തരം പരാതികൾക്ക് ഇട കൊടുക്കേണ്ടതില്ല. കാരണം ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ഇത്രമാത്രം സാധനങ്ങൾ ഇതിലേക്ക് വെക്കാം. ഒരു ഗുഹയുടെ അകത്ത് പോയി ഞാനിനി തപ്പണോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എല്ലാം പുറത്തെടുത്ത് നമുക്ക് സമാധാനപരമായി എടുത്തതിന് ശേഷം തിരിച്ച് അതുപോലെ തന്നെ വളരെ കംഫർട്ടബിളായി അകത്തേക്ക് എടുത്ത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഡൺ. വളരെ പ്രീമിയം ആയിട്ടുള്ള കിച്ചൺ വേണ്ട, എന്നാൽ ഒരുപാട് താഴേക്കും പോകണ്ട, ഒരു മീഡിയം ലെവലിൽ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിന് പറ്റിയ ഒരു ഓപ്ഷനാണിത്. PU കിച്ചൺ, അതായത് പെയിന്റ് ഫിനിഷ് കിച്ചൺ. ഏത് കിച്ചണിലേക്ക് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന്റെ മുകളിൽ ഇത്തരത്തിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വോം ലൈറ്റ്. അത് മൊത്തത്തിൽ ഈ ഒരു കിച്ചന്റെ ആ ഒരു ആംബിയൻസിനെ അല്ലെങ്കിൽ എലഗൻസിനെ ഒക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ഗ്ലാസ് ഫിനിഷ് കിച്ചണിൽ നിന്ന് ഈ PU കിച്ചണിലേക്ക് വരുമ്പോൾ മൾട്ടിവുഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അതുപോലെയൊക്കെ തന്നെയുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള അത്രയും പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, എന്നാൽ ഒരു സാധാരണ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടും മോശം വരാത്ത മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ PU കിച്ചണിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെയിന്റുകൾ, ഈ കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കളേഴ്സ് കിട്ടും. അതേസമയം ഗ്ലാസ് ഫിനിഷ് ആകുമ്പോൾ ഒരു 8 കളേഴ്സിനുള്ളിൽ നമ്മുടെ ഓപ്ഷൻസ് പരിമിതമാണ്. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചധികം കളേഴ്സ് കിട്ടും. ഡ്രോയേഴ്സ്, അതായത് സ്റ്റോറേജ് സ്പേസുകൾക്കും ഒട്ടും കുറവ് വരുന്നില്ല. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്, ഓപ്പൺ സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ മതി, അവിടേക്ക് ഒരുപാട് പണം സ്പെൻഡ് ചെയ്യേണ്ടതില്ല, ഒരു ബേസിക് ലെവൽ സ്ട്രക്ചർ മതി എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കണ്ടു നോക്കാം. ലാമിനേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് മോഡൽ കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കിച്ചൺ ഏരിയ വളരെ കുറവാണ്, വളരെ കുറഞ്ഞ സ്ഥലത്ത് എന്നാൽ ഭംഗിയായിട്ട് ഒരു കിച്ചൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കിച്ചൺ മോഡൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്താണ് നമ്മളുടെ സ്റ്റൗ വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ തന്നെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കിച്ചണുകളിലൊക്കെ കണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റിംഗ് ആണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു കിച്ചണിലേക്കും കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു റോളിംഗ് ഷട്ടർ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മിക്സി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി അതല്ല പാത്രങ്ങളാണെങ്കിൽ ഗ്ലാസ്സുകളാണെങ്കിൽ എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ പാർട്ടീഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റ് കൂട്ടുകയോ ഹൈറ്റ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. കിച്ചണിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ എത്തുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 4 പേർക്ക് ഇരുന്ന് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് 6 പേർക്കും 8 പേർക്കും ഒക്കെ ആയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഒരു വീതി അനുസരിച്ച് വലിപ്പം അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നമ്മളൊരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ പല വീടുകളിലും ഈ ക്രോക്കറി യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു അലങ്കാരം കൂടിയാണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരുപാട് വോം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സിൻ്റെ ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭംഗിയുള്ള ഏരിയ. അതിൽ തന്നെ
ഇത്തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില പാത്രങ്ങളൊക്കെ നമുക്ക് പുറത്ത് കാണിക്കണമെന്ന് ആഗ്രഹമില്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായി ഇതിനകത്തേക്ക് എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു വാഷ് ബേസിൻ അല്ലെങ്കിൽ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹോൾ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയയും ഈ ഡൈനിങ് ഏരിയയും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകാറില്ല. അപ്പോൾ തന്നെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പാർട്ടീഷൻ നമുക്ക് ഇത് കുറച്ച് വേണമെങ്കിൽ വീതി കൂട്ടിയൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു പാർട്ടീഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തുള്ള ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ ഒരു അറ്റൻഷനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. ബ്ലൂ ഡേയ്സ് ഇന്റീരിയേഴ്സിന്റെ എക്സ്പീരിയൻസ് സെന്ററിലെ ലാസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾസ്ട്രിയിലാണ്. ഇത് അപ്പോൾസ്ട്രിയിലും ചെയ്യാം, അതുപോലെ തന്നെ വുഡിലും ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അതുപോലെ തന്നെ നിങ്ങളുടെ പലപ്പോഴും പലർക്കും ഒരു ബെഡ്റൂമിൽ നല്ല നല്ല ഫോട്ടോകൾ വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചില സാധനങ്ങൾ വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. അതിനൊക്കെയുള്ള ഒരു ഏരിയ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊക്കെ എൻ്റെ ഫ്ലാറ്റിലെ ഒരു ബെഡ്റൂമിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സുകൾ വെക്കാനായിട്ടുള്ള ഒരുപാട് കബോർഡുകളില്ല. ഇനി കബോർഡുകൾ ഉള്ളതിൻ്റെയൊക്കെ ഡോറ് ഇങ്ങനെ തുറക്കണം. ഇങ്ങനെ തുറക്കുമ്പോൾ ഫ്ലാറ്റിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് അറിയാമല്ലോ, വളരെ ചെറിയ സൈസായിരിക്കും. അപ്പോൾ ഇത് തുറക്കാനും അതിനിടയിൽ ഈ കട്ടിലും എല്ലാം കൂടെ ആകെപ്പാട് ഒരു കൺജസ്റ്റഡ് ഫീല് വരും. പക്ഷെ ഇവിടെ അതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോർ തുറക്കുമ്പോൾ ഈ ബെഡിലേക്ക് വരുന്നു എന്നുള്ളൊരു യാതൊരു ഡിസ്കംഫർട്ടും ഉണ്ടാകുന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യാം. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹാങ്ങർ ഇടുന്നതിനുള്ള ഏരിയയാണ്. ഈ ഹാങ്ങർ ഇടുന്നതിനുള്ള ഏരിയയിൽ ഇങ്ങനെ ഇത് എടുക്കാനുള്ള വളരെ ഈസി ആയിട്ട് എടുക്കാനുള്ള ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാരി ഹോൾഡറും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു തവണയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് ഇടണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഏരിയ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആ ഒരു ഏരിയയ്ക്കുള്ള ഒരു സൊല്യൂഷനും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാർഡ്രോബിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു സ്റ്റഡി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റഡി യൂണിറ്റിൽ നിങ്ങളുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളും ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇതൊരു വളരെ നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ഥലത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുപാട് സ്ഥലം പോകാതെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഉള്ള ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണത്. ഇനി ഇത് എന്ന് പറയുന്നത് ഒരു ബേ വിൻഡോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേ വിൻഡോ സെറ്റ് ചെയ്യുന്നതിനുള്ള അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ടെക്സ്ചർ എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ബേ വിൻഡോയുടെ താഴെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള നിങ്ങളുടെ ക്വിൽറ്റ് അല്ലെങ്കിൽ കംഫർട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വാക്കിംഗ് വാർഡ്രോബ്. അതിവിടെ കണ്ടു നോക്കാം. ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞ വാക്കിംഗ് വാർഡ്രോബ്. ഈ വാക്കിംഗ് വാർഡ്രോബിൻ്റെ ആകെയുള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ഗ്ലാസ്സിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ലിമിറ്റേഷൻ ആയിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടും എടുക്കാം കേട്ടോ. കാരണം ഗ്ലാസ്സിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ കോസ്റ്റ്യൂംസും നല്ല വൃത്തിയായിട്ട് അടുക്കി വെക്കാൻ ശ്രമിക്കും. കാരണം പുറമേ നിന്ന് എപ്പോഴും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി വാക്കിംഗ് വാർഡ്രോബിലെ മറ്റൊരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് ഇത് അയൺ ചെയ്യാനുള്ള യൂണിറ്റ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് വെച്ച് അയൺ ചെയ്യാം. അയൺ ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ തിരിച്ച് വെച്ച് അകത്തേക്ക് എടുത്ത് വെക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അയണിങ് യൂണിറ്റിനെ എവിടെ കൊണ്ട് വെക്കും എന്നുള്ള ടെൻഷൻ വേണ്ട. അതിനുള്ള സ്പേസ് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാച്ച്, മാല, വള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എങ്ങനെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യാം എന്നുള്ളതിന് സഹായകരമാകുന്ന രീതിയിലുള്ള സ്റ്റോറേജ് യൂണിറ്റുകളും ഇതിലുണ്ട്. ഇത്രയാണ് ഒരു വാക്കിംഗ് വാർഡ്രോബിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വാർഡ്രോബിൻ്റെ അടുത്ത് തന്നെ ഒരു മിറർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇട്ട് നോക്കി മിററിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ സൗന്ദര്യം സ്വയം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് കംഫർട്ടബിളായി കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങാം.
വീടിൻ്റെ എല്ലാ ഏരിയാസും, പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ നടത്തിയത്. നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം, ഏത് ബഡ്ജറ്റിൽ ചെയ്യണം, ഏത് രീതിയിലുള്ള ടെക്സ്ചർ ആയിരിക്കണം, ഏത് ക്വാളിറ്റിയിൽ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുന്നതിനായിട്ട് ബ്ലൂ ഡേയ്സ് ഇൻറ്റീരിയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്റർ വിസിറ്റ് ചെയ്യാവുന്നതാണ്. വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.